കോട്ടയം ഏറ്റുമാനൂർ നേരിക്കോട് ജസ്മോൾ 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തെന്നാണ് അറിയപ്പെടുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പെൺകുട്ടി ജസ്മോൾ. ഈ 2 കുരുന്നുകളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റൂല ഇത് ആത്മഹത്യയാണെന്ന്. നിരന്തരമായ ഭർത്താവിൻ്റെ വീട്ടിലെ പീഡന, അമ്മായിയമ്മ, ഭർത്താവ്, അതുപോലെ ഒരു നാത്തൂൻ, 2 നാത്തൂന്മാരുണ്ട്. 2 എണ്ണത്തിനെയും കല്യാണം കഴിച്ച് പറഞ്ഞു വിട്ടിട്ട് ഈ ഒരു മൂത്ത നാത്തൂൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. എവളെയൊക്കെ കെട്ടിച്ച് പറഞ്ഞയച്ചിട്ടും അവളുമാര് വീട്ടിലേ വന്ന് നിൽക്കുള്ളൂ. കാരണം അവളെ അമ്മായിയമ്മയായിട്ട് അവിടെ പ്രശ്നങ്ങളാണ്. അവൾ അവിടെ നിന്ന് ചാടി വന്ന് വളർത്തിയ വീട്ടിൽ വന്ന് നിന്ന് അവൾ ഭരിക്കുകയും അവളെ നാത്തൂന്, ജിമ്മിയുടെ ഭാര്യ, സഹോദരൻ്റെ ഭാര്യ, അതുകൂടി പറയാം, അവളെ തത്തിക്ക് അവളെ ഉപദ്രവം, അമ്മായിയമ്മ അതിനെക്കാട്ടി ഉപദ്രവം, ഭർത്താവ് ഈ അമ്മയുടെയും സഹോദരിയുടെയും വാക്ക് കേട്ട് അങ്ങനെ മർദ്ദനം, ക്രൂരമായ മർദ്ദനങ്ങൾ. ഈ അമ്മായിയമ്മയും നാത്തൂനും കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ കുട്ടിയെ റൂമിനകത്ത് കൊണ്ടിട്ട് വലിച്ചിട്ട് അടിക്കുകയും അത് അച്ഛൻ വന്നിരുന്ന് റിപ്പോർട്ടർ ചാനലിലൊക്കെ പറയുന്നതുണ്ട്. എടോ, നീയൊക്കെ കല്യാണം കഴിച്ചാൽ മാന്യമായ രീതിക്ക് പെൺകുട്ടികളെ നോക്കുമെന്നുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ കെട്ടണം, ഇല്ലെങ്കിൽ കെട്ടാൻ പോകരുത്. എല്ലാവരും അല്ല, എത്രയോ നല്ല മനുഷ്യരുണ്ട്, പൊന്നുപോലെ ഭാര്യമാരെയും മക്കളെയും നോക്കുന്നവരുണ്ട്. ഇങ്ങനെ ഉള്ളവന്മാരെ വെച്ചു പൊറപ്പിക്കരുത്, ഇങ്ങനെയുള്ള അമ്മായി അമ്മമാരെയും വെച്ചു പൊറപ്പിക്കരുത്. കള്ളക്കിളവി, എനിക്ക് പറയാനുള്ളത് കള്ളക്കിളവി എന്ന് എന്നെ വിളിക്കണം. ഈ കള്ളക്കിളവി ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരുവിധം ഒന്ന് ഒതുങ്ങാനുള്ളതാണ്. കിളവി, നിനക്ക് ഒരുപാട് നാളത്തെ ആയുസ് ഈ ഭൂമിയിലില്ല. അപ്പോഴേ എന്ത് ചെയ്യണം? ഈ കിളവി അത് മനസ്സിലാക്കണം. എല്ലാ മരുമക്കളും നല്ലതാണെന്ന് ഞാൻ പറയൂല, പക്ഷെ ജസ്മോളെ സംബന്ധിച്ച്, ജസ്മോളെ കുറിച്ച് നാട്ടിൽ നല്ല അഭിപ്രായമുണ്ട്. അമ്മാവി അമ്മയെന്ന് വെച്ചാൽ ജീവൻ കളഞ്ഞ് സ്നേഹിക്കുമായിരുന്നു. അതുപോലെ നാത്തൂനെന്ന് വെച്ചാൽ അങ്ങനെ, ഭർത്താവെന്ന് വെച്ചാൽ അതിനെക്കാട്ടി സ്നേഹം. പക്ഷെ നേരെ തിരിച്ചോ, ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് ശാരീരികം അടിയും ഇടിയും കുത്തുവാക്കുകൾ കൊണ്ട് ഓരോന്ന് പറയുക. ഈ അമ്മായി അമ്മ എന്ന് പറയുന്ന ഭയങ്കരിയായ വക്കീലമ്മച്ചി ഓരോ കാര്യങ്ങൾ ഈ കുട്ടിയെക്കുറിച്ച് പറയുകയും, ജിമ്മി എന്ന് പറയുന്ന ഒരു സാധനം ഈ അമ്മയുടെയും സഹോദരിയുടെയും വാക്ക് കേട്ടിട്ട് നിരന്തര ഉപദ്രവം. ഈ പെൺകുട്ടി മരിച്ചെന്ന് പറയണതിൻ്റെ തലേ ദിവസവും അവിടെ സംഭവങ്ങൾ നടന്ന്, വിഷുവിൻ്റെ തലേ ദിവസമാണ്. ഈ കുട്ടി സ്വന്തമായിട്ട് ഇങ്ങനെ കൈഞ്ഞരമ്പെന്ന് മുറിക്കൂല, മിക്കവാറും അതിനെ പിടിച്ചു വെച്ച് അറുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഈ വക്കീലമ്മ അല്ലെങ്കിൽ ജിമ്മി ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ച് ഈ കുട്ടി തൂങ്ങിയിട്ടില്ല. ആ ഫാനിൻ്റെ ഇതള് ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കും. നല്ലതുപോലെ കുരുക്കിടുക, അല്ല ഫാനിൻ്റെ ഇതള് ഒടിയണമെങ്കിൽ ഈ കൊച്ചിനെ, ഈ പെൺകുട്ടിയെ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അത് ഒടിഞ്ഞ് ചാഞ്ഞ് കിടക്കുന്നത്. അതുപോലെ ഹാർപ്പിക്ക് അത് കുടിച്ച് കാണൂല. ഈ കുട്ടികളെയും അവിടെ ഇട്ട് മിക്കവാറും കൊന്നിട്ടുണ്ട്. ഹാർപ്പിക്ക് വായിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം ക്രൂരതകൾ ചെയ്ത് അവിടെ വെച്ച് തന്നെ ഈ കുട്ടി മരിച്ചിട്ടുണ്ട്. കൊന്നതായിരിക്കും. പിന്നെ പൊള്ളലിൻ്റെ പാടുകൾ, ഇത്രയും വട്ടത്തിന് പൊള്ളലിൻ്റെ പാട്, തൊടയിൽ മുതുകത്ത് കമ്പി കൊണ്ട് അടിച്ച പാട്, ഇത് ഇത്രയും ക്രൂരമായിട്ട് ഈ പെൺകുട്ടിയെ ചെയ്യണം. പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞെന്ന് വെള്ളം ശ്വാസകോശത്തിലങ്ങോട്ട് വെള്ളം കയറിയെന്ന്. അത് പിന്നെ ഒരു ബോഡി കൊണ്ടുവന്ന് വെള്ളത്തിൽ എത്ര, ഇനിയിപ്പോൾ തലേ ദിവസം കൊണ്ടുവന്ന് ഇട്ടതായിരുന്നാലും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറില്ല. ഇത് തലേ ദിവസം സംഭവം നടന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്, UK വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഈ ജസ്മോള് ഫോൺ എടുക്കുന്നില്ല. വേറെ ഭർത്താവിൻ്റെ അച്ഛനങ്ങണ്ട് എടുത്തിട്ട് പറഞ്ഞ് ജസ്മോളെ കാണാനില്ല. പിന്നെ പറയുന്ന ആത്മഹത്യ ചെയ്തെന്ന്. ആ അച്ഛൻ അന്തം വിട്ടു. തലേ ദിവസം സംഭവം നടന്നെങ്കിലും ഈ ബോഡി കൊണ്ടുവന്നു, 3 പേരെയും കൂടെ ബോഡി അവിടെ കൊണ്ടുവന്ന് മീനച്ചലാറിൽ എറിയാണ് ചെയ്തത്. എന്നിട്ട് തെളിവിനായിട്ട്
3 ജോഡി ചെരുപ്പ് അവിടെ വെച്ച് മീനച്ചലാറിൻ്റെ തീരത്ത് വെച്ചു. ഞാൻ സ്കൂട്ടി കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ച്. സ്കൂട്ടിയിൽ ഈ കൈഞ്ഞരമ്പ് മുറിച്ച പെൺകുട്ടി സ്കൂട്ടിയിൽ എങ്ങനെ കയറിപ്പോയി? ഒരിക്കലും പോകില്ല, അത് ബോധം കെട്ട് വീഴും. ബ്ലഡ് ഒഴുകി എന്നാണ് പറയുന്നത്. വീട്ടിനകം ഫുള്ള് ബ്ലഡായിരുന്നു. വേലക്കാരിയുടെ കയ്യിൽ ഒരുപാട് കള്ളത്തരമുണ്ട്. ആദ്യം പറയുന്നു ജിമ്മി അവിടെ ഇല്ലായിരുന്നു, രണ്ടാമത് പറയുന്നു കുട്ടികളെ വിളി കേട്ട്, പിന്നെ നോക്കുമ്പോൾ ജിമ്മി ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ ദുരൂഹതയില്ലേ? തലേ ദിവസം സംഭവം നടന്നു. അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അവിടെ സംഭവം നടന്നു. രാത്രിയിൽ ഈ ബോഡികൾ കൊണ്ടുവന്ന് അവിടെ എറിഞ്ഞു. എന്നിട്ട് 3 ജോഡി ചെരുപ്പും അവിടെ വെച്ച് സ്കൂട്ടി അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴെന്തോന്ന് ആത്മഹത്യ. പിറ്റേന്ന് 11 മണിക്കാണ് സംഭവം നടക്കണേന്ന് ഇവർ പറയണത്. കള്ളത്തരം. ഈ സംഭവം 11 മണിക്ക് നടക്കണമെങ്കിൽ ഈ ബോഡി അവിടെ ചൂണ്ടയിടാൻ വന്നവരാണ് കണ്ടത് ബോഡി പൊങ്ങിക്കിടക്കണം. അങ്ങനെ ഒരു ബോഡി പൊങ്ങിക്കിടക്കൂല. ആത്മഹത്യയാണെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യാൻ നേരത്ത് ശരീരം താരും. ആ മനുഷ്യൻ താന്ന് ഒരു 2-3 പ്രാവശ്യം വെപ്രാളം, അത് അത്ര അവിടെ താഴ്ചയില്ലെന്നും പറയണു. എന്നാൽ തന്നെ ആദ്യം താരും, താന്നിട്ട് പൊങ്ങും, വീണ്ടും അതുപോലെ താരും, അങ്ങനെ കുമ്മളകളായിട്ട് പൊങ്ങി വരും. 2-3 പ്രാവശ്യമായിട്ട് പിന്നെ അത് ആ ബോഡി അങ്ങ് താരയാണ് ചെയ്യണത്. കുറച്ച് നേരത്തോട് നേരമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ബോഡി പൊങ്ങി കിടക്കുള്ളൂ. ഇതങ്ങനെയാണ് സംഭവം. എന്തുകൊണ്ട് CCTV ദൃശ്യം പരിശോധിക്കുന്നില്ല? പോലീസ് കേസ് എടുത്തെന്ന് പറയുന്നു. അവിടുത്തെ SHO കുറേ ബുക്കുകളൊക്കെ അടുക്കി വെച്ചിട്ട് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഇത് വരണമെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. സാറൊക്കെ എന്തുകൊണ്ട് ഈ ഒരു അന്വേഷണത്തിൽ നിന്നുകൊണ്ട് അവർക്കൊരു നീതി, ഈ ജസ്മോക്കും മക്കൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നില്ല? പോലീസൊന്നും ഒന്നും പറയുന്നില്ല. ഇപ്പം ചാനലുകാരൊക്കെ കേസ് വിട്ട് ഏത് ചാനൽ? കേരളീയ ന്യൂസ് മാത്രം ഇരുന്നും കൊണ്ട് പറയുന്നു. പിന്നെ ഒരു 2-3 യൂട്യൂബേഴ്സ് ഇങ്ങനെ അവരും ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ ഈ കേസ് പോകുന്നേ. ഈ ജസ്മോക്കും മക്കൾക്ക് നീതി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. CCTV ദൃശ്യം 10-12ഓളം CCTV ദൃശ്യം ആ വീട്ടിൻ്റെ അവിടെ നങ്ങൂര് ആ ജിമ്മിയുടെ വീട്ടിൽ കാണൂലേ? ഇത്രയും വലിയൊരു വീട്ടിൽ CCTV എന്തായാലും കാണും. കുറേ കാറുകൾ, ബസ്സിനുടമയായിരുന്നെന്ന് പറയണ്, പിന്നെ ബൈക്കുകൾ എല്ലാം ഉള്ള ഒരു വീട്ടിൽ കാണൂലേ? ആ CCTV ദൃശ്യമൊക്കെ CCTV ഒക്കെ നശിപ്പിച്ച് അവിടെ നിന്ന് അറ്റം വരെ ആ മീനച്ചലാറിൻ്റെ ഭാഗം വരെ ഉണ്ട് CCTV. അത് ഇന്നേ വരെ എടുത്തിട്ടില്ല. ഈ അച്ഛൻ 2 ദിവസം മുമ്പും പോയിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പം അത് അന്വേഷിക്കുന്നുണ്ട്. ഈ ജസ്മോൾ അപ്പൻ ഒരു കാര്യം ചെയ്യാനുള്ളത്, കേസ് നല്ല രീതിയിൽ പോകുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള നല്ല മനുഷ്യരായ എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ജസ്മോക്ക് നീതി മേടിച്ചു കൊടുക്കുക. എന്താണ് ചെയ്യാനുള്ളത്? കേസ് അന്വേഷണം CBIയിലോട്ട് അവിടെ നിന്ന് ഓർഡർ വാങ്ങിച്ചിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചതിന് ശേഷം CBI അന്വേഷിച്ച് ഇത് എങ്ങനെയാണെന്ന് കണ്ടെത്തിയിട്ട് എവൻ്റെ കുടുംബത്തെ അറസ്റ്റ് ചെയ്യണം. യവനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യണില്ല? യവൻ ഇത്രയും ക്രൂരമായിട്ട് പൊള്ളിപ്പിച്ച്, ഇനി അമ്മാവിയമ്മയാണോ യവനാണോ എന്നറിയില്ല, പൊള്ളിപ്പിച്ച് ഇതേ കണക്കാ മുതുകത്തടിച്ച് എന്തെല്ലാം ദ്രോഹം ആ വീട്ടിൽ ഈ പെൺകുട്ടി അനുഭവിച്ചു. നില എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു മുമ്പ് അവിടെ അനുഭവിക്കുന്നത്. എന്നാലും ഒന്നും വിട്ടു പറയൂല. ബോൾഡായിട്ടുള്ള ഈ ജസ്മോള് ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. സ്വന്തം കേസുകൾ ജിമ്മിയുടെ വീട്ടിൽ എന്ത് കേസ് വന്നാലും വാദിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ ജസ്മോളായിരുന്നു. ആ കേസ് പോലും വാദിച്ചത്. ബസ് ആക്സിഡന്റ് പറ്റി ഒരാളാങ്ങണ്ട മരണപ്പെട്ടപ്പോൾ പോലും ഇവരെ വണ്ടി ഇടിച്ചാണ് മരിച്ചത് ബസ്. അപ്പോൾ പോലും ഈ ജസ്മോളാണ് വാദിച്ചത്. ആ കേസ് വിജയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസ്മോളെ നിരന്തരം ക്രൂരമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു. ഫുഡ് കൊടുക്കൂല, വസ്ത്രം പോലും വാങ്ങിച്ചു കൊടുക്കൂല, ഈ കുട്ടികളെ കാര്യമൊന്നും തിരക്കൂല. ഇങ്ങനെ ഉള്ള ഇവൻ്റെയും അവൻ്റെ അമ്മേരെയും നാത്തൂനെ തന്നെ അവൾ കെട്ടിച്ചയച്ചിട്ട് ഇവിടെയാണ് വന്ന് കിടക്കണം. അപ്പം ഇങ്ങനെയുള്ള ഇവരെ ഇടയിൽ എങ്ങനെ ഈ കുട്ടികളെ ആക്കിയിട്ട് പോവും? ജസ്മോള് മരിച്ചെന്നിരിക്കട്ടെ, പക്ഷേ എങ്ങനെ ഈ കുട്ടികളെ ഇടയിൽ ഇട്ടിട്ട് പോവും? ആ കുട്ടികൾ പിന്നെ അനുഭവിക്കുന്നതായ വേദന എല്ലാം ജസ്മോക്ക് അറിയാമായിരുന്നു. ഒരു വേറ്റ് കൃത്യം അവിടെ ഉണ്ടായിരുന്നു. മക്കളെ കമ്പയർ ചെയ്യുമായിരുന്നു. ജസ്മോള് കറുത്തിരിക്കണ്, കരിവാട് കണക്കിരിക്കണ്, ഒരുപാട്
ഈ കുട്ടിയെക്കുറിച്ച് അങ്ങ് പറയുമായിരുന്നു. അതുപോലെ മൂത്ത പെൺകുട്ടി ജിസ്മോളെ പോലെയാണ് ഇരിക്കുന്നത്, ആ കുട്ടിയെയും ഒരുമാതിരി പറയുമായിരുന്നു. പിന്നെ അമ്മായി അപ്പനെ ചേർത്ത് അയാൾക്കായിരുന്നു, ആ കിളവനായിരുന്നു ഇത്രയെങ്കിലും സ്നേഹം. ആ കിളവനെ കുറിച്ച് പോലും ഈ അമ്മായി അമ്മ പറയുമായിരുന്നു അവർ തങ്ങളിൽ കണക്ഷനാണെന്ന്. ഇത് എങ്ങനെ സാധിക്കണം ഇത് പറയാൻ? മരുമോളെന്നുള്ള നിലയ്ക്ക് ചിലപ്പം ഇവരിട്ട് പീഡനങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരിയെങ്കിലും സ്നേഹം കൊടുക്കണം അവരായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ ഇത് കേട്ട് ആ കിളവൻ പോലും ഈ പെൺകുട്ടിയെ സ്നേഹം കുറഞ്ഞു വന്നതായിട്ട് ഈ പെൺകുട്ടിക്ക് തോന്നിയിട്ടുണ്ട്. ആത്മഹത്യ ഈ പെൺകുട്ടി ആ വീട്ടിൽ ചെയ്തെങ്കിലും മറവ് ചെയ്തത് എവരാണ്? ഈ വീട്ടുകാരാണ്. ഇത് നല്ലതുപോലെ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് അവർ അന്നേ ദിവസം ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഈ പുഴയിൽ പോയി ആത്മഹത്യ ചെയ്തതായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ വീടിൻ്റെ അവിടെ മുതൽ ഈ പുഴവക്ക് വരെ ഏകദേശം 10-12 CCTV ക്യാമറകളുണ്ട്. ഒരൊറ്റ CCTV ഫുട്ടേജ് പോലും ഇതുവരെയും വെളിയിൽ വരാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഒരു കാരണവശാലും പുറത്തുവിടുന്നതിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളുള്ള കാര്യങ്ങളല്ലല്ലോ. കാരണം അത് പുറത്തു വരുന്നത് ആ കേസിനെ ഒരു രീതിയിലും ബാധിക്കുന്ന ഒരു കാര്യമല്ല. നേരെ മറിച്ച് കേസും മറച്ചു വെക്കാനോ തെളിവ് നശിപ്പിക്കാനോ ആണെങ്കിൽ മാത്രമേ അത് മറച്ചു വെക്കേണ്ടതായ കാര്യങ്ങളുള്ളൂ. അത് അത്തരം കാര്യങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. മറ്റൊരു കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ബോഡി വെള്ളത്തിൽ പോയതിനു ശേഷം ഉടൻ തന്നെ പൊങ്ങി വന്നതിനെ പറ്റിയുള്ള ഒരു സംശയം തന്നെയാണ്. അത് പൊതുസമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു സംശയം മാത്രമല്ല, നമുക്കറിയാവുന്നതാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന പോലീസ് സർജൻ റിട്ടയർഡ് ഡോക്ടർ TB ഗുജറാൾ, അദ്ദേഹത്തിൻ്റെ ഒരു ശാസ്ത്രീയ വിശകലനം വന്നിട്ടുണ്ട്. ഏകദേശം 16,000-ഓളം മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മരണപ്പെട്ട ഉടനെ തന്നെ മരണപ്പെട്ട വ്യക്തികളുടെ മൃതദേഹങ്ങൾ വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-2 മൃതദേഹങ്ങളും വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൊണ്ടിട്ട ഉടനെ പൊങ്ങി കിടക്കൂല. അവളെ വേണ്ട, സത്യം പറഞ്ഞാൽ അവന് വേണ്ട. കറിയിലിട്ട കറിവേപ്പല പോലെ ഈ പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞു, മക്കളെയും വലിച്ചെറിഞ്ഞു. ആ വേലക്കാരി ഉണ്ടല്ലോ, പക്ക കള്ളി. ഇതിൻ്റെ പിന്നിൽ ആരാണ് കൂട്ടു നിൽക്കണം? എന്തുകൊണ്ട് ഈ കേസ് അന്വേഷണം കറക്റ്റ് പോകുന്നില്ല? ഒരു അന്വേഷണം ഇത്രയും ദിവസമായിട്ട് നടന്നതുമില്ല, യവനെ പൊക്കിയെടുത്തോണ്ട് പോയതുമില്ല. ഈ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുന്ന ഈ അമ്മായി അമ്മേരെ നാക്കിന്ന് വീഴുന്ന വാക്കുകളോ, ഈ കിളവി ഈ അസുഖം വന്നിട്ട് പോലും ഈ കിളവി അടങ്ങിക്കിടക്കണ ഇല്ലല്ലോ. എന്തോരം അഭിനയോരുന്ന്. ജസ്മോളെയും മക്കളെയും മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് കിടത്തിയപ്പോഴത്തേക്ക് അയ്യോ ബോധം കെട്ട് വീണു. വെള്ളം കുടിക്കണം, ഈ കിളവി വെച്ച് കുത്തി കൊടുക്കണ്ട, ഈ കിളവിയെ കുത്തണം. അവൻ്റെ അണ്ണാക്കിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ നാത്തൂനൊരറ്റ അവളെയൊക്കെ എന്തിന് കൊള്ളാതിരിക്കണം. എന്നിട്ടാണ് ഈ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞത്. എന്ത് നല്ല ഭംഗി, അവൾ ഇത്തിരി നിറം കുറവാണെങ്കിലും അവൾ നല്ല ഭംഗിയല്ലേ. ഈ ജസ്മോള അമ്മ മരിച്ചു പോയായിരുന്നു വണ്ടി ആക്സിഡൻറ്റിൽ. അവർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജസ്മോള അമ്മ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കണത് കൊണ്ട് ജസ്മോള് തന്നെ പറഞ്ഞ് അപ്പനൊരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിച്ച് ഒരു UK-ലാണ് അവിടെ സെറ്റിലായിരിക്കും. അങ്ങനെ അത് ഒരു മോനും UK-ലാണ്, 3 മക്കളാണ്. അപ്പോഴേ ഈ ജസ്മോൾ അപ്പൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ജസ്മോളാണ്. അവർ സുഖമായിട്ട് കഴിയുന്നുണ്ട്. എന്നാലും ഈ ജസ്മോളെ കാര്യം അപ്പൻ ജസ്മോളെന്ന് വെച്ചാൽ ജീവൻ കളയും. എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞ് വീട്ടിൽ വന്നൊരു വീടൊഴിഞ്ഞ് കിടക്കണം, മോൾ അവിടെ വന്ന് നില്ല് എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ ഈ പെൺകുട്ടി പറയണെന്തെന്നാണ്, ഈ ജിമ്മിയുടെ സ്വഭാവം മാറി. ഇങ്ങനെയുള്ള ക്രിമിനലുകളുടെ സ്വഭാവം മാറുമോ? അവന് ഇതല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഇനിയിപ്പോൾ അടുത്തത് ഉടനെ വിളിച്ചോണ്ട് വരും. അത് അങ്ങനെയാണ്. ഇതിനൊക്കെ നല്ല പിടിബലമുണ്ട്. അവൻ പണം വാരി എറിയണം. ക്യാഷ് ഉണ്ടല്ലോ, പണം ഉണ്ടല്ലോ, അത് വാരി എറിഞ്ഞ പാവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിതുമില്ല. പണക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരിത് വരുമായിരിക്കും. ഇവർക്ക് കോടികൾ ആസ്തിയൊന്നും ഇല്ലായിരുന്നു. അവർ കുറച്ചൊക്കെ കൊടുത്താണ് കെട്ടിച്ചത്. ആ കിളവീരെ മോക്ക് കൊടുത്തണക്കൊന്നും കൊടുക്കാനൊന്നും ഇവർക്കില്ലായിരുന്നു. ഇവരെ കൊണ്ട് അങ്ങനെ പറ്റുള്ളായിരുന്നു. ആ ഉള്ളത് കൊടുത്ത് കെട്ടിച്ച് ആ അച്ഛൻ പറയുന്നുണ്ട്. ഈ കിളവി അമ്മായി അമ്മയും ഭയങ്കര നാത്തൂനും എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കിളവിമാർ അനുഭവിച്ച് തന്നെ മരിക്കണം. ഈ കിളവി ഈ യവനുണ്ടല്ലോ ഇവിടെ കിടന്ന് വെള്ളം വലിക്കും. യവനും എല്ലാം വെള്ളം വലിച്ചിട്ട് നീതി കിട്ടിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ കിടന്ന് വെള്ളം വലിച്ചിട്ടേ പോകും. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്, കൊടുക്കും.